തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു എന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. KSEB നൽകുന്ന വൈദ്യുതിയിൽ ഇപ്പോൾ SIT പ്രവർത്തിക്കുന്നു. വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ SIT ആശുപത്രി പരിസരത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അത് ഈ KSEB വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് ഈ ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ രാവിലെ തന്നെ പറഞ്ഞതാണ്, ഇന്നലെ തന്നെ ഈ 2 ജനറേറ്റർ താൽക്കാലികമായ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിൽ 2 ജനറേറ്ററാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് ഉപയോഗിച്ചാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതൊരു താൽക്കാലിക പരിഹാരം മാത്രമായാണ് കണ്ടിരുന്നത്. അത് പുതിയ ട്രാൻസ്ഫോമർ ഉടൻ സ്ഥാപിക്കേണ്ടി വരുമെന്ന് അധികൃതർ അന്നേരം തന്നെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ KSEBയുടെ ഒരു വിശദീകരണം, ഈ 10 മണിയോടുകൂടി മാത്രമേ ഈ ട്രാൻസ്ഫോമർ ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കുള്ളതാണ് KSEB അധികൃതർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ ഈ ആരോഗ്യവകുപ്പിന്റെ അടക്കം ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിൽ ഇത്തരത്തിൽ ഈ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിനും അതേപോലെ KSEBക്കും വീഴ്ചയുണ്ടായി എന്ന് പറയുന്നു. അതേപോലെ ആരോഗ്യവകുപ്പിനും ഈ മെഡിക്കൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിനും ഇത്തരത്തിൽ വീഴ്ചയുണ്ടായെന്നും ആ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ആ തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് KSEB ഉടനടി പരിഹാരം എന്ന രീതിയിൽ ഈ KSEB ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ ജനറേറ്റർ പ്രവർത്തനം പൂർണ്ണമായും അത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തരത്തിൽ SITയിലേക്ക് KSEBയുടെ അല്ലെങ്കിൽ ഈ PWD ഇലക്ട്രിക്കൽ വിഭാഗമാണ് ഇപ്പോൾ ഇവിടത്തെ വൈദ്യുതി ബന്ധം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുതി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഇന്നലെ നമ്മൾ കണ്ടതാണ്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഈ SIT ആശുപത്രിയിൽ ഉണ്ടായത്. 3 മണിക്കൂറോളം രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.